പണിയൊക്കെ എനിക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ കിച്ചൻ്റെ സൈഡിലോട്ട് വല്ലാതെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കിച്ചൺ യൂസ് ചെയ്തിരുന്ന വേറെ പലരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണിയാണ് പിന്നെ കിട്ടിയത്. ഫുഡ് ഉണ്ടാക്കുന്നതിലേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക്കാണ് സ്റ്റൗ ക്ലീനിങ്ങും അതേപോലെ തന്നെ പാത്രം കഴുകലും. ഈ രണ്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ മെത്തേഡാണ്. ഓയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കൊരു സിമ്പിളാണ്, ചിലർക്ക് സിമ്പിളൊന്നുമല്ല. കാരണം വലിയ ടാസ്ക് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് വൃത്തിയിൽ ഒറ്റ തവണ ക്ലീൻ ചെയ്താൽ മതി. ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യണം. എന്നിട്ട് ഓയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ആഴ്ചക്കൊക്കെ എന്തായാലും പോകും. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് തന്നെ കുറ്റുകയും പിന്നെ എണ്ണ നമ്മൾ ഫിഷും അതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒക്കെ തെറിക്കുമല്ലോ, അതൊക്കെ ആ ഓയിൽ പേപ്പറിനകത്ത് പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് എടുത്ത് മാറ്റി കൊടുത്താൽ മതി. പിന്നെ അതിന്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പമാണ്. ഇത് മദേഴ്സിനും അതേപോലെ വർക്കിംഗ് വുമൻസിനൊക്കെ നല്ല സുഖം. ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സുഖം തന്നെയായിരുന്നു. ഇനി അവരെ പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പോൾ എൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിൽ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ.